പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യമേ, രോഗികളെ കാണുമ്പോൾ, വിശപ്പുള്ളവരെ കാണുമ്പോൾ അനുകമ്പ തോന്നിയ ദിവ്യ ഈശോയെ, ഞങ്ങളുടെ യോഗ്യതയാലല്ല അങ്ങയുടെ പീഡാനുഭവത്തിന്റെ പ്രത്യേക യോഗ്യതയാൽ പ്രത്യേക ജീവിത ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തില് സങ്കടപ്പെടുന്നവരുടെ കർത്താവിന്റെ കരുണ ചൊരിയണമേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധനയും സ്തുതിയും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ കർത്താവായ ദൈവമേ, കിടപ്പ് രോഗികളുടെ അങ്ങ് ആശീർവാദം ചൊരിയണമേ. അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഒരുമിച്ചുകൊണ്ട് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. കർത്താവായ ദൈവമേ, കിടപ്പ് രോഗികള്, കോവിഡ് ബാധിച്ചവര്, ക്വാറന്റൈൻ താമസിക്കുന്നവര്, അവരുടെ വീടുകള്, വിവിധ പരിസരങ്ങള് ക്രിസ്തുവിന്റെ രക്തത്താൽ അഴിക്കപ്പെടട്ടെ. രോഗപീഠകള്, ബന്ധനങ്ങള് വീര്യമാകട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പാപികളായിരിക്കുന്നവരുടെ മേലെ, പാപപക്ഷം ജീവിക്കുന്നവരുടെ മേലെ, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മേലെ, പ്രാർത്ഥിക്കാൻ മനസ്സ് ഇടിഞ്ഞുപോയവരുടെ മേൽ കർത്താവേ കണ്ണ് തോന്നണമേ. മുറിവിനെ ഓർത്ത് കണ്ണ് തോന്നണമേ. മുഴുക്കിടത്തെ ഓർത്ത് കണ്ണ് തോന്നണമേ. തിരുവിലാവിലെ മുറിവിനെ ഓർത്ത് കണ്ണ് തോന്നണമേ. ആണിപ്പഴുതാർന്ന അത്ഭുത കരങ്ങളെ കർത്താവേ കണ്ണ് തോന്നണമേ. കരചരണങ്ങളിലെ ആണിപ്പഴുതിനെ ഓർത്ത് കണ്ണ് തോന്നണമേ. കർത്താവേ കണ്ണ് തോന്നണമേ. കർത്താവേ കണ്ണ് തോന്നണമേ. ആരാധിക്കട്ടെ. എല്ലാ മക്കൾക്ക് വേണ്ടി വിശുദ്ധന്മാരെ സുരക്ഷിതമായ നാമത്തിലെ ശാരീരിക പീഡകള്, ശാരീരിക ബന്ധനങ്ങള് അഴിഞ്ഞു മാറട്ടെ. കർത്താവായ ദൈവമേ, കുടുംബനാഥന്
ആധ്യാത്മിക ഉള്ള കുടുംബങ്ങളെ അങ്ങേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കള് കൃപ നഷ്ടപ്പെട്ടു പോയവരെ, താങ്കളുടെ വഴിക്ക് ചിതറിപ്പോയവരുടെ മേൽ, കുടുംബത്തിന്റെ കാര്യങ്ങളുടെ മേൽ, ഉത്തരവാദിത്തമില്ലാത്തവരുടെ മേൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുടുംബത്തിലെ കുറുകി കഴിയുന്ന കുടുംബങ്ങള് കർത്താവിന്റെ കൃപയാൽ ഇറക്കപ്പെടട്ടെ, വെളിച്ചം വീശട്ടെ, യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ആത്മീയ അഭിഷേകമേ, ഓ ആത്മീയ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഓ ആത്മീയ അഭിഷേകമേ, ഓ ആത്മീയ അഭിഷേകമേ, ഓ ആത്മീയ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തകർന്നുപോയ കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഭാര്യ ഭർത്താക്കന്മാരെ അകന്ന് കഴിയുന്നവര്, ഒരുമിച്ച് താമസിക്കുന്നത് സമാധാനം ഇല്ലാത്തവര്, കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബങ്ങൾ, ആർക്കും ദൈവത്തിന്റെ വിശ്വാസം കുറഞ്ഞു വരുന്നവരുടെ മേൽ എല്ലാം ദൈവത്തിന്റെ കൃപ ചെയ്യട്ടെ. കർത്താവിന് രക്തം തളിക്കട്ടെ. ഓരോ വീടിന്റെ 4 അതിരുകളിൽ കർത്താവിന് രക്തം തളിക്കപ്പെടട്ടെ. ഓരോ കുടുംബ നടത്തളങ്ങളിൽ കർത്താവിന് രക്തം തളിക്കട്ടെ. പൈശാച പീഠകള്, ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. വിടുതലിനാത്മാവേ നിറയണമേ, ആത്മീയൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ, ആത്മീയൻ അഭിഷേകമായി പടരണമേ. പാപമില്ല, പാപമില്ല, ഒരുമിച്ച് പാടുക. അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ, കൊറോണയും കാലങ്ങളിൽ, ലോക്ക്ഡൗൺ കാലങ്ങളിൽ പതിവായി കുർബാന മുടങ്ങിയതിന്റെ പേരിൽ ആത്മീയ ശൈത്യം വന്നവരുടെ മേൽ കർത്താവിന്റെ രക്തം തളിയട്ടെ. കർത്താവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. ആത്മീയ ശൈത്യം വന്ന ഓരോ ആത്മാക്കളുടെ മേൽ കർത്താവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിലെ എല്ലാ ആത്മീയ ശൈത്യങ്ങളും വിട്ടുമാറട്ടെ. രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട 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 ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിന്റെ രക്തം മോചനമേകും. യേശുവിന്റെ രക്തം 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 യേശുവിന്റെ രക്തം മോചനമേകും. യേശുവിന്റെ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിക്കടിയുള്ള ജീവിത തകർച്ചകൾ കാരണം കർത്താവേ, മനസ്സിടിഞ്ഞു പോരുണ്ട്. ഈശോയെ, കർത്താവെ, അവർക്ക് തന്നെ തന്നെത്താൻ എഴുന്നേറ്റ് വരാൻ പറ്റാത്ത അവസ്ഥയിൽ കർത്താവെ അധപ്പതിച്ചു പോരുണ്ട്. കർത്താവെ, അവിടെ മേലെല്ലാം കർത്താവെ നിന്റെ തിരുമുറുപാർന്ന് വടകരത്തിൻ്റെ അണപ്പെടുത്താടുന്ന അത്ഭുത സ്പർശങ്ങൾ കർത്താവെ ഈ ആരാധനയിൽ നിന്ന് കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. ശ്രുതികട്ടെ. ദുഷ്ടൻ വീഴട്ടെ, എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടൻ വീഴട്ടെ, എന്റെ കഷ്ടം മാറട്ടെ. ദുഷ്ടിപ്പെട്ടുള്ളം നിന്നെ വാഴ്ത്തി പാടട്ടെ. ദുഷ്ടിപ്പെട്ടുള്ളം നിന്നെ വാഴ്ത്തി പാടട്ടെ. രക്തക്കോട്ട 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 എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ
രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അയൽവാസികളുമായി ഭിന്നതയുള്ള കുടുംബങ്ങൾ, സംസാരിക്കാത്ത കുടുംബങ്ങൾ, സംസർഗമില്ലാത്ത കുടുംബങ്ങൾ, അകന്നുപോയവർ, ഓരോ വ്യക്തികളെയും വീടുകളെയും കാണുമ്പോൾ മനസ്സിന് ഭയം തോന്നുന്നവർ, വെറുപ്പ് തോന്നുന്നവർ, ഈർച്ച തോന്നുന്നവർ, ആധ്യാത്മികമായ കൃപയിൽ നിന്ന് അകന്നുപോയുടെ മേൽ കർത്താവിന് വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ രക്തം മക്കളെ തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒഴുകിയതും ഉച്ചിഷ്ടം പോലെ, കർത്താവ് ഒഴുകിയതും മേലിൽ ഉച്ചിഷ്ടം പോലെ. രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതം വഴിമുട്ടിയവര്, യാത്രയിൽ അന്യദേശങ്ങൾ അകപ്പെട്ടു പോയവര്, തിരിച്ചു വരാൻ നിർവാഹമില്ലാത്തവർ, തിരിച്ചു വന്നവർക്കൊന്നും ജോലിയില്ലാത്തവർ, കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവരെല്ലാം മാതാവിൻ്റെ മധ്യസ്ഥ സമർപ്പിച്ചുകൊണ്ട് ഈശോ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സമർപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും വ്യക്തികളെയും കർത്താവേ, ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ വഴിയറിയാൻ പാടില്ല നിൽക്കുന്ന, വഴിമുട്ടി നിൽക്കുന്നവർ, മുഴിമുട്ടി നിൽക്കുന്ന കർത്താവേ, അങ്ങനെ തിരുസന്നിധിയാണ് കണ്ണീരിന് കർത്താവേ, കണ്ണീരോടെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർക്കങ്ങ് വഴി കാണിച്ചു കൊടുക്കണമേ. അവിടെ മേലെല്ലാം ആ കുടുംബങ്ങളുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാൻ, പ്രത്യാശിക്കാൻ ആവശ്യമായ കൃപയാൽ നിറയട്ടെ. ശ്രുതിയുടെ ശ്രുതി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ ഇന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേടകമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അങ്ങയുടെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, കടം കയറി മുടിഞ്ഞവരെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനസ്സ് കുഴങ്ങുന്നവരെ, വഴി സത്യവും ജീവനുമായവരെ, കർത്താവേ, ഈ ആരാധനയിലൂടെ ഈ നിമിഷം മക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ വരുന്ന എല്ലാ പ്രാർത്ഥന അപേക്ഷകള്, യൂട്യൂബിലൂടെ വരുന്ന എല്ലാ പ്രാർത്ഥന അപേക്ഷകള്, ഉടമ്പടി പ്രാർത്ഥനയ്ക്കായി ഓൺലൈനിലൂടെ വരുന്ന പ്രാർത്ഥന അപേക്ഷകള് സമർപ്പിക്കുന്ന ഓരോ വ്യക്തികള്, കുടുംബങ്ങള് കർത്താവിന്റെ കൃപയാൽ നിറയട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ.
പ്രാർത്ഥിക്കണേ. ലോകജനതകൾക്കെന്നും ശാന്തിയേകും രാജ്ഞിയേ, ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നെഞ്ചിൽ ചങ്കിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കാരണം നമ്മളിപ്പോഴും ആരാധിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ ദിവ്യഹൃദയവും ഒരുമിച്ച് കാണപ്പെടുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വിഷയം, എൻ്റെ മനസ്സിൽ തോന്നിച്ച വിഷയം ഇതാണ്: ഓരോരുത്തരുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ ഹൃദയങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോയെന്ന് മർക്കോസിൻ്റെ 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പല ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് ഭക്തി അങ്ങ് ചോർന്നു പോയിരിക്കുന്നു, വിശ്വാസം അങ്ങ് ചോർന്നു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളും സാഹചര്യം കാരണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ പ്രാർത്ഥിക്കാൻ വാക്കുപോലും കിട്ടാതെ ഹൃദയം തളർന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവ് ഹൃദയത്തെ ശക്തീകരിക്കുന്ന സമയമാണ്. കർത്താവെ, ഹൃദയത്തെ കൈവച്ച് പ്രാർത്ഥിക്കാൻ നീ ആവശ്യപ്പെട്ട് അനുസരിച്ചുകൊണ്ട് അടിയൻ ആവശ്യപ്പെട്ട് മക്കളോട് കർത്താവ് ഈ നിമിഷം അവരെ ഹൃദയത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ, പല രോഗങ്ങൾ കാരണം, സാമ്പത്തിക തകർച്ച കാരണം, കുടുംബത്തെ കലഹം കാരണം, അധർമ്മം വർദ്ധിക്കുന്നതുകൊണ്ട് സ്നേഹം തണുത്തുപോയ കുടുംബങ്ങളിലെ ഹൃദയങ്ങളിൽ കർത്താവ് അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തം ഹൃദയത്തെ തളിക്കപ്പെടട്ടെ, ഹൃദയം ശക്തിപ്പെടട്ടെ. പരിശുദ്ധാത്മ കൃപയാൽ ഹൃദയം ജ്വലിക്കട്ടെ, ഭക്തി ജ്വലിക്കട്ടെ, വിശ്വാസം ജ്വലിക്കട്ടെ, സ്നേഹം ജ്വലിക്കട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കർത്താവെ, രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. കർത്താവെ, രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. നടുവേദനക്കാരെ സ്പർശിക്കണം കർത്താവെ. ഈശോ, ഹൃദയരോഗങ്ങളെ സ്പർശിക്കണം കർത്താവെ. അവിടുത്തെ ബലം കർത്താവെ, രോഗികളെ സ്പർശിക്കണമേ, രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. രോഗികളെ സ്പർശിക്കണം കർത്താവെ. രോഗികളെ സ്പർശിക്കണം കർത്താവെ. ഹൃദയരോഗികളെ സ്പർശിക്കണം കർത്താവെ. നടുവേദനക്കാരെ സ്പർശിക്കണം കർത്താവെ. നടുവേദനക്കാരെ സ്പർശിക്കണം കർത്താവെ. രോഗികളെ സ്പർശിക്കണം കർത്താവെ. രോഗികളെ സ്പർശിക്കണം കർത്താവെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലധികാരം മാറിയ രോഗങ്ങൾ മാറിപ്പോട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മരണം സംഭവിച്ച വീടുകളെ, പുതുതായിട്ട് സാമൂഹ്യ വ്യാപനത്താൽ കോവിഡ് ബാധിച്ച കുടുംബങ്ങൾ, അവിടെ തളർന്നുപോയ മനസ്സുകൾ, ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കുന്ന ഒരിക്കൽ സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത ആകസ്മികമായി സംഭവിച്ചപ്പോഴേ കർത്താവെ മനസ്സ് തളർന്നു പോയവർ, ഇനി എന്തൊക്കെയാണ് കുടുംബം സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ഹൃദയത്തിൽ ഇരുട്ട് കയറിയുടെ മേൽ എല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവ്, ഈ ആരാധന കർത്താവ് ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യ കുർബാന കർത്താവ് ആശ്രയിച്ചുകൊണ്ട് അടിയാൻ പ്രാർത്ഥിക്കണം. ഈശോയെ, ഇതുപോലെ ഇരുട്ട് വന്ന കുടുംബങ്ങൾ, മനസ്സ് തളർന്നു പോയുടെ മേലെല്ലാം കർത്താവ് രക്തം ചൊരിയട്ടെ. ഈശോ, ഈ നിമിഷം കർത്താവ് അവർക്ക് വെളിച്ചം ലഭിക്കട്ടെ, പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, മക്കൾക്ക് മാറി മാറി രോഗം വരുന്നവരെ, അവർക്ക് പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെ, മക്കളുടെ വിദ്യാഭ്യാസ തകർച്ച കൊണ്ട് വിഷമിക്കുന്ന വിറങ്ങലിക്കുന്ന കുടുംബങ്ങൾ കർത്താവ്, അതുകൊണ്ട് കർത്താവ് മക്കളെ കൊണ്ട് കർത്താവ് വേദനിക്കുന്നവിടമെല്ലാം ഈ നിമിഷം കർത്താവിൻ്റെ അലിവിൻ്റെ കൃപ ചൊരിയണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ
കർത്താവേ നീ അറിയുന്നു വിശ്വാസത്തോടെ ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് രക്തത്തിൽ വിഷം കയറിയവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. എട്ടുകാലി ഉൾപ്പെടെ സാധനങ്ങൾ കടിക്കുകയും ക്ഷുദ്രജീവികൾ കടിക്കുകയും ചെയ്യുമ്പോഴും രക്തത്തിൽ ഏതെങ്കിലും മാർഗത്തിൽ മെഡിസിനിലൂടെ ആയാലും ശരി, അതുപോലെ തന്നെ ക്ഷുദ്രജീവികളിലൂടെ ആയാലും രക്തത്തിലേക്ക് വിഷം കയറിയത് കാരണം മനസ്സിടിഞ്ഞു പോയവർ, അറിയാതെ തന്നെ അവസാദങ്ങൾ വന്നു പോയവരുടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടുന്ന സമയമാണ്. കർത്താവെ നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്തത്തിൽ വിഷം കയറിയ രക്തത്തെ കർത്താവെ അങ്ങ് നിർവീര്യമാക്കണമേ, വിഷത്തെ നിർവീര്യമാക്കണമേ. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ പെരുമഴ പോൽ പെയ്യട്ടെ പെരുമഴ പോൽ പെയ്യട്ടെ യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അരമണിക്കൂറായി നമ്മൾ ആരാധന ആരംഭിച്ചിട്ട് കർത്താവ് വെളിപ്പെടുത്തിയ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയായിരുന്നു. ഇനിയും ഈ ശുശ്രൂഷയുടെ അവസാനം വീണ്ടും നമ്മൾ കുറച്ച് സമയമെടുത്തിട്ട് ഇപ്പോഴേ സമർപ്പിക്കാത്ത വിഷയങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ സമയമെല്ലാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ 5-6 സർവീസ് ടീം അംഗങ്ങളുടെ ടെക്നിക്കൽ സൈഡിലെല്ലാം അതുപോലെ തന്നെ ദൈവ സംഗീതത്തിൻ്റെ ശുശ്രൂഷയിലും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കണം, മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി, ഈശോയുടെ നാമം മഹത്വപ്പെടാൻ വേണ്ടി, അമ്മയുടെ മധ്യസ്ഥം എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സിലെല്ലാം ഉള്ളത് തകർന്ന് തരിപ്പണമായ കുടുംബങ്ങളാണ്. പല പല കാര്യങ്ങൾ കൊണ്ട് ശരിക്കും അവർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ആ സമയമൊക്കെ കർത്താവിന് വല്ലാത്ത പ്രിയപ്പെട്ട സമയങ്ങളാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ ശുശ്രൂഷയിൽ, അതായത് പ്രാർത്ഥിക്കാൻ കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകും. അതാണ് നയമിലെ വിധവയുടെ മകൻ്റെ കഥ ഇന്നലെ പറഞ്ഞില്ലേ സംഭവങ്ങൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:13 അധ്യായത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 13-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ, അതായത് അവർക്ക് കരയാനേ പറ്റത്തുള്ളൂ. അവർക്കിനി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല, കരയാൻ മാത്രം പറ്റണ ഒരവസ്ഥ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മനസ്സ് അലിയാണ്ടിരിക്കത്തില്ല. കരയാനാണെങ്കിലും എന്ത് ചേഷ്ടയാണെങ്കിലും നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, അതാണ് ലൂക്ക 7:13 പറയണത്, പ്രാർത്ഥിക്കാതെ പോലും ഉള്ളിലെ ഹൃദയവിചാരം എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും മതി. ഏതെങ്കിലും കാലത്ത് നീ ഒരു വിശ്വാസിയായി കാണും, ഏതെങ്കിലും കാലത്ത് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി കാണാം. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിൻ്റെ പ്രാർത്ഥിക്കാൻ നിന്റെ നാവ് പൊങ്ങണില്ല, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ കർത്താവ് നിൻ്റെ പഴയകാല കണ്ണുനീരെല്ലാം ഓർത്തിരിക്കും. അങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് നിൻ്റെ ആവശ്യത്തിൽ നീ പ്രാർത്ഥിക്കാതെ പോലും, ഇപ്പം കാനായിലെ കല്യാണത്തിന് സംഭവിക്കണം അത് തന്നെയാണ്. ആ കുടുംബനാഥൻ ഒരിക്കലും അമ്മയോട് ഞങ്ങൾക്ക് വീഞ്ഞില്ല, ഞങ്ങൾ നാണം കെടാൻ പോകുന്നുവെന്ന് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ദൈവത്തെ, നിൻ്റെ ദൈവം അങ്ങനെയാണ്. നിൻ്റെ അവസ്ഥ പറയാനുള്ള അവസ്ഥ അറിവ് നിനക്കുണ്ടാവത്തില്ല. കാര്യം അവിടെ വീഞ്ഞു തീർന്നു പോകാൻ പോകുന്ന കാര്യം അയാൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ നിൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ വിപത്തുകൾ എന്താണെന്ന് നിന്നെക്കുറിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനോ അടയാളപ്പെടുത്താനോ നിനക്കറിയണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ അമ്മ അവിടെ ഉണ്ടായാൽ മതി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2:1 പറയണത്. കനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു, ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോകുകയായിരുന്നു. പക്ഷേ ദ മദർ ഓഫ് ജീസസ് വാസ് ദെയർ. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 2:1 ശ്രുതികട ഹല്ലേലൂയ.
സ്തുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണെന്ന്, വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന്, ദുരന്തങ്ങൾ, രോഗങ്ങൾ എന്താണ്, സാമ്പത്തിക തകർച്ച എന്താണ് എന്ന് വീട്ടുകാരന് അറിയത്തില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം എന്താ, അമ്മ അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. കാര്യം അമ്മയ്ക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൊക്കെ 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കത്തില്ലേ, വരാൻ പോകുന്ന കാര്യങ്ങൾ അവനെ അറിയാമായിരുന്നു, അവൻ നിങ്ങളെ അറിയിക്കും വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ എന്താ മാർഗം? ഒന്നെങ്കിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടെ ഉണ്ടാകണം. ഏറ്റവും സാങ്കേതികമായ കാര്യങ്ങളെ കുറച്ച് വരണത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളിൽ എല്ലാവരും പരിശുദ്ധാത്മ നിറയണ ഒരു സാഹചര്യം ഉണ്ടാകണത് ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് എന്നാ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. 2:17 നടപടി പുസ്തകം എന്താ പറയണത്? നടപടി പുസ്തകം 2:17 നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമെടുക്കുവിൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും എന്നല്ലേ പറയണത്, അല്ലേ? ഇപ്പോൾ 2:38 പരിശുദ്ധാത്മാവിന് നടപടി പുസ്തകം 2:38 നമുക്ക് റെഫർ ചെയ്യാം. അതായത് പരിശുദ്ധാത്മാവിന് ഒരു കുടുംബത്തിൽ ലഭിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ആ കുടുംബത്തിന് പശ്ചാത്താപം ഉണ്ടാകണം. പക്ഷെ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പശ്ചാത്താപം ഉണ്ടാകത്തില്ല. ദൈവസ്നേഹം നിറഞ്ഞാലേ പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ദൈവസ്നേഹം നിറയുകയെന്ന് വെച്ചാൽ അപ്പന് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ദൈവസ്നേഹമില്ല, അമ്മയ്ക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ മകന് ദൈവസ്നേഹമില്ല. അപ്പോൾ എല്ലാവർക്കും ദൈവസ്നേഹം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുടുംബങ്ങളെ എന്ന് പറഞ്ഞു ദൈവത്തിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് അതിനെല്ലാത്തിനും പറ്റുന്ന ആളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് കാനായിൽ ഒരു വിവാഹാഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളിൽ എല്ലാവർക്കും ആർക്കെങ്കിലും ആധ്യാത്മികമായ ശൈത്യങ്ങളുണ്ടായി ആധ്യാത്മിക യോഗ്യത ഇല്ലെങ്കിലും ഇഫ് ദേർ ഇസ് മദർ, അമ്മ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സന്ധിപ്പുണ്ടാവും. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുഴുവത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, മുഴുവത്തിനമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് നമ്മൾക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു പവർ കട്ട് സമയത്തുള്ള ഇൻവേർട്ടർ പോലെയുള്ള വചനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എപ്പോഴും ഇൻവേർട്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ എൻ്റെ മക്കളൊരു പരിപാടി ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നണം. ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കുടുംബമാണിത് എന്ന് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച കുടുംബങ്ങളിൽ. കാര്യം എന്താ, മക്കളുടെ കല്യാണം വരുമ്പോൾ ഉടനെ ദൈവത്തിന് പ്രാർത്ഥന, കെട്ടിച്ചു വിട്ടവർക്ക് മക്കളില്ലെങ്കിൽ അപ്പൊരു പ്രാർത്ഥന. അതാണ് ആധ്യാത്മിക ദാരിദ്ര്യം പിടിച്ച കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് തോന്നുന്ന സമ്പത്തുള്ള കുടുംബമാണ്, അല്ലേ? സമ്പത്തുള്ള കുടുംബം. ദൈവ തിരുസന്നിധി സമ്പന്നരാകണമെന്ന് പറയത്തില്ലേ? 12:21 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21. ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരാകണം. അത് സുവിശേഷത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടാണ്. എന്താണ്? ദൈവ തിരുസന്നിധി സമ്പന്നരാകണം. അതാണ് വിശുദ്ധ ലൂക്ക 12:21. ഇത് ഒരു ആധ്യാത്മിക ലക്ഷ്യമാക്കി മാറ്റണം.
എന്താണെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, കർത്താവേ, ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി സ്വത്തുകാരായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങളോടും സുവിശേഷ വിഹിതമായി ഇടപെടാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ, നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ദൈവ തിരുസന്നിധി സമ്പന്നനാകാൻ എന്നാ ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും, അതായത് ഇപ്പം നമ്മുടെ ജീവിത സമ്മർദ്ദങ്ങളെ രണ്ടായിട്ട് വേണേൽ തിരിക്കാം നമുക്ക്. അതായത് നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും. നമ്മുടെ ഇഷ്ടവും ഇപ്പോൾ മത്തായിയുടെ സുവിശേഷമൊക്കെ നമ്മൾ 6:9 പറയുമ്പോൾ അവർ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ന് വേണ്ട ആഹാരം എന്നുള്ള പ്രാർത്ഥനയില്ലേ, 6:9, 6:10, 6:11, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഈ അന്നു വേണ്ട ആഹാരം പോലും 2 ആഹാരമുണ്ട്. എന്താണ്? ഈശോ പറഞ്ഞ 4:32 ഒരു ആഹാരമുണ്ട്. ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറയത്തില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. കർത്താവ് ആ സമരക്കാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് വന്ന് പറഞ്ഞില്ലേ, ഗുരു ഭക്ഷണം കഴിച്ചാലും. അപ്പോൾ ഈശോ എന്നാ പറയണത്? നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ടാകും. പിന്നീട് ഈശോ അത് റെക്ടിഫൈ ചെയ്യും. എന്താണ് അറിയാത്ത ഭക്ഷണം എന്ന് പറയണത്? എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവേഷ്ടം എന്ന് പറയുന്നത് ആഹാരമാണ്, ശരിക്കും ആത്മാവിൻ്റെ ആഹാരമാണ്. അപ്പം അന്നു വേണ്ട ആഹാരമെന്ന് നമ്മൾ 6, 10, 11 മത്തായി ശ്ലീഹ പറയുമ്പോൾ ആ അന്നു വേണ്ട ആഹാരത്തിൽ നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് ഭൗതിക ആഹാരവും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് ആത്മീയ ആഹാരവുമാണ്. കർത്താവേ, അതുകൊണ്ട് ഈ ആത്മീയ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവേഷ്ടം നിറവേറ്റിയാൽ നമുക്ക് ആത്മാവിന് പറ്റുന്ന ആഹാരമാകും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ, ഇപ്പോൾ ഈശോ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ ഇപ്പം 51 വചനം തൊട്ട് അവസാനം വരുമ്പോൾ 59 വരുമ്പോഴേ, പിതാക്കന്മാർ മരുഭൂമി വെച്ചു മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന എൻ്റെ അപ്പം എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ, ഈ ശരീരം ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുമ്പോൾ ജനം എന്താണ് 6:59 ഇപ്പോൾ ചോദിക്കണത്? ദൈവഹിതമനുസരിച്ച് അപ്പമാണത്, ശരിക്കും ആത്മാവിൻ്റെ അപ്പമാണത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തോരൊരു ജനതയാണ്! ഈശോയുടെ കാലത്തുണ്ടാകുന്ന പ്രബുദ്ധമായ ഒരു സദസ്സാണ്. അവരുടെ റെസ്പോണ്ടിങ് കണ്ടില്ലേ? ദൈവവചനത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയും അവരുടെ ജാഗ്രത കണ്ടില്ലേ? വാട്ട് വി ഷുഡ് ഡു ഫോർ അഡ്ഹിയറിങ് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ ദൈവവചനത്തിന് ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ. എൻ്റെ മക്കളെ, ഇത് കറക്റ്റ് ആധ്യാത്മികതയാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനം ഇപ്പോൾ കുർബാന കഴിയുമ്പോഴായാലും ശരി, സുവിശേഷം കഴിയുമ്പോഴായാലും ശരി, ആരാധന കഴിയുമ്പോഴായാലും ശരി, പരിശുദ്ധാത്മ നിറഞ്ഞ് എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് ചോദിക്കാൻ കഴിഞ്ഞാൽ, കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, അഥവാ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, യു വിൽ ബി എൻട്രിച്ച്ഡ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവദുരസ്ഥനത്തിൽ സമ്പന്നനാകും. അങ്ങനെയാണ് ദൈവദുരസ്ഥന ഒരു ആത്മാവ് സമ്പന്നമായി കഴിഞ്ഞാൽ പിന്നെ അവന് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലെ സമ്പന്നനാകുവാൻ കർത്താവേ അന്ന് വേണ്ട ആഹാരമായി ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുന്ന അവസരങ്ങളെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന അവസരങ്ങളായി കണ്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ജീവിതവ്രതമായി സ്വീകരിക്കുവാൻ, അങ്ങയെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അതുവഴി ദൈവ തിരുസന്നിധിയിൽ സമ്പന്നരായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് കർത്താവ് അവസാനമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കണില്ലേ? ആരോട് ചോദിക്കണേ? പത്രോസിനോട് ചോദിക്കൂലേ? അതെല്ലാം പത്രോസ് കൃത്യവും വെടിപ്പായിട്ടുള്ള ആൻസർ പറയും. അവൻ ദൈവതിരുസന്നിധിയിൽ സമ്പന്നനായി ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറ്റിക്കൊണ്ട് അന്ത്യകാലം വരെ സംഭവിച്ച ഓരോ മുഹൂർത്തമുണ്ട്. അതെല്ലാം ദൈവതിരുസന്നിധിയിൽ അവനെ സമ്പന്നനാക്കിയ ദൈവേഷ്ടം നിർവഹിച്ച നിമിഷങ്ങളായത് കൊണ്ടാണ് അവൻ ബോൾഡായിട്ട് പറയും, ജീസസ് യു നോ ഓൾ തിങ്സ്. കർത്താവേ, നിനക്കെല്ലാം അറിയാമെന്ന് പറയും. നിനക്കെല്ലാം അറിയാമല്ലോ. അപ്പോഴീശോ അവനെ ആധ്യാത്മിക അധികാരങ്ങളെ കൊണ്ട് അവനെ നിറക്കും. അവൻ്റെ ആത്മാവിനെ അധികാരങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യും. കൃപ കൊണ്ട്. കൃപയാണ് ഒരു മനുഷ്യൻ്റെ അധികാരമെന്ന് പറയണത്. അതുകൊണ്ട് പറയും, നീ ഇനി നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കുമെന്ന് പറയും. ദാറ്റ് ഈസ് പവർ. നിൻ്റെ വചനത്തിന് ഇനി ദൈവവചനത്തിൻ്റെ കരുത്ത് ലഭിക്കും. ദാറ്റ് ഈസ് പവർ. നീ ഭൂമി കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. അതാണ് കൃപയുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ വചനത്തിന് ദൈവനാമത്തിൽ പറയുമ്പോൾ അത് ദൈവവചനത്തിൻ്റെ കരുത്ത് കിട്ടും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സമ്പന്നരാകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിൽ സമ്മർദ്ദം അനുസരിച്ച് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ ബി പുവർ. നമ്മൾ ദരിദ്രരായി മാറും. ദൈവദേശത്തിന് നാം സമ്പന്നരാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വചനത്തിനും ദൈവവചനത്തിൻ്റെ മാന്യത ദൈവം കൽപ്പിച്ച് നൽകണം. അതുകൊണ്ടാണ് മുടന്തൻ കൈ നീട്ടുമ്പോൾ 10 ദിവസം പറയത്തില്ലേ, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. 3:6 നടപടി പുസ്തകം. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എന്താണ്? സ്റ്റാൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. അതെന്ത്? അവൻ ചാടി എഴുന്നേക്കും. അപ്പോഴെന്താണ് അതിൻ്റെ അർത്ഥം? അവൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിച്ചു. അതാണ് അവൻ ഭൂമിയിൽ കെട്ടിയത് ദൈവം സ്വർഗത്തിൽ കെട്ടി. അവൻ ഭൂമിയിൽ അഴിച്ചു. ആ മുടന്ത് അഴിച്ചു മാറ്റി. ദൈവവും അത് സ്വർഗത്തിൽ അഴിച്ചു മാറ്റിക്കൊണ്ട് അവൻ ചാടി എഴുന്നേറ്റ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോഴും നമ്മൾ ദൈവത്തിരുസി 12:21 അനുസരിച്ചുകൊണ്ട് ലുക്കാൻ്റെ സുവിശേഷം 12:21 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ സമ്പന്നരാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ അടയാളം എന്താണ്? നമ്മുടെ വാക്കിന് ദൈവവചനത്തിൻ്റെ പവർ ദൈവം കൽപ്പിച്ച് നൽകും. എപ്പോഴാണ് അങ്ങനെ കൽപ്പിച്ച് നൽകണത്? ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചുകൊണ്ടേ ഇരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ചോദിച്ചാൽ മതി, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പോൾ ഒറ്റ പ്രാവശ്യം പറയുന്നതിന് പകരം ഈശോ 3 പ്രാവശ്യം ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. അപ്പം അങ്ങനെ നീ എന്നെ സ്നേഹിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോയുടെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ ഇൻസിഡൻറ്റും ഓരോ സംഭവങ്ങളും നടക്കുന്നത് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ കഴിഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് സുവിശേഷ വിഹിതമായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ പവർ കൂടിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നീയും ഭാര്യയും ഭർത്താവുമായിട്ട് മാനസികമായിട്ട് അകന്നു കഴിയുക. ഒന്നെങ്കിൽ ഭാര്യയുടെ കയ്യിലാണ് മിസ്റ്റേക്ക്, അവളുടെ തന്നെ ഇഷ്ടമോ തോന്നിയവാസമോ അത് നിന്നെ മാനിക്കാത്ത അവസ്ഥയാകാം.
ചിലപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക്. അയാൾ ചിലപ്പോൾ വൈഫിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയോ അല്ലെങ്കിൽ മെസ്സേജ് വിടുകയോ അങ്ങനെ ചെയ്തൊക്കെ നിനക്ക് വിഷമമായി. അപ്പോൾ നിന്നോടത് സങ്കടത്തോടെ അത് അനുരഞ്ജനപ്പെടാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറ്റാതെ വരുന്നത്. അങ്ങനെ ഈശോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമ്പോൾ എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റണത്? നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭർത്താവ് ഇങ്ങനെ കുറച്ച് ചുറ്റിക്കളി അവിടെ പോയി, അയാൾ മനഃപൂർവ്വമല്ല ചെന്ന് ചാടിയാണ്. ഈ കാലത്ത് എന്നൊക്കെ പറയണത് ചാടണമെങ്കിൽ അധികം സമയം വേണ്ടല്ലോ. ചെറിയൊരു മെസ്സേജ് ഹൈ അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ചില ആൾക്കാർ അവർക്കൊരു ടൈം പാസ് പോലെ ചെന്ന് ചാടിയാൽ പിന്നെ അവിടെ നിന്ന് ഊരിക്കൊണ്ട് പോരാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴൊക്കെ ചില കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴും നീ ചോദിക്കണം. അപ്പം നിനക്ക് ഭർത്താവിനോട് സംസാരിക്കാനോ നിന്നെ കുടുംബമായിട്ട് പഴയ സ്നേഹത്തിൽ ജീവിക്കാനോ കുടുംബ പ്രാർത്ഥന ചെല്ലാനോ ഒന്നും പറ്റാത്ത രീതിയിൽ നിൻ്റെ ഹൃദയം കനച്ച് നീ മിണ്ടാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിച്ചോ. പക്ഷേ അയാളല്ലേ തെറ്റ് കാണിച്ചത്, അയാളിങ്ങനെ വരട്ടെ എന്നും പറഞ്ഞിട്ട് നീ ഇങ്ങനെ ബലം പിടിച്ച് ബസ്സിൽ കയറി ഇരിക്കുകയാണ്. അപ്പോഴും കർത്താവിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ യെസ് മൈ ലോർഡ് കർത്താവ് എന്ന് പറയുമ്പോഴേ അപ്പോൾ കർത്താവിൻ്റെ നാമത്തിനാണ്, ദൈവവചനത്തിനാണ് നീ വില കൊടുത്തിരിക്കുന്നത്. ദൈവവചനത്തിന് നീ വില കൊടുത്താൽ കാലാന്തരത്തിൽ നിൻ്റെ വചനത്തിന് ദൈവവചനത്തിൻ്റെ വിലയായി അത് കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ചില അമ്മമാരൊക്കെ പറയത്തില്ലേ, അച്ഛാ കുഞ്ഞിനെ 102 പനിയായിരുന്നു, രാവിലെ ലോക്ക്ഡൗൺ ആയിരുന്ന കാരണം ആശുപത്രി തുറക്കത്തില്ല. അപ്പോൾ ആശുപത്രി തുറക്കാത്തത് കാരണം ഞാൻ തന്നെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ നെഞ്ചത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛാ എന്നാ അത്ഭുതം! വിശ്വാസപ്രമാണം തീർന്നപ്പോൾ തന്നെ കൊച്ചു വെട്ടി വേർത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു താങ്ക്സ്. എന്താ കാര്യം? അവളുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ പവർ കിട്ടിയിരിക്കുന്നു. യേശു ഉദ്ദേശിക്കുന്നത് അതാണ്. ഇങ്ങനെയാണ് ദൈവത്തിരുസന്നിധിയിൽ നമ്മൾ സമ്പന്നനാകണത്. നമ്മുടെ വചനത്തിന് ദൈവവചനത്തിൻ്റെ ശക്തി ലഭിക്കും. അതെങ്ങനെയാണ്? ദൈവവചനം അനുസരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എളിമപ്പെടുകയോ ക്ഷമിക്കുകയോ ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ ആത്മീയമായ ശക്തി. എൻ്റെ മക്കളെ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ കാര്യം നടത്തിയെടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച പരിപാടി അത് വേണ്ടെന്നല്ല. എന്നും കൊന്നും അങ്ങനെ പോയാൽ നിങ്ങൾ ഒരിക്കലും വളരത്തില്ല. കർത്താവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വളരണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വളരണമെന്ന് വെച്ചാൽ കൃപയിൽ വളരണമെന്നാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കൃപയിൽ വളരാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളെ ആത്മാവിൽ വിവേചിക്കാൻ അതുവഴി വചനാധിഷ്ഠിതമായി അതിനെ സമീപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവരാജ്യത്തിലെ ജീവിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകുക വഴി എൻ്റെ വചനത്തിന്, എൻ്റെ മനുഷ്യ വചനത്തിന് ദൈവശക്തി ലഭിക്കുന്ന ആധ്യാത്മിക ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ എടുത്തുയർത്തണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപമതിയേ, കൃപമതിയേ, അളവില്ലാത്തൊരു കൃപമതിയേ, 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 അളവില്ലാത്തൊരു കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിന് ഒരു പ്രതിഭാസമുണ്ട്. എന്താണെന്നറിയാവോ? ഭൂമിയിൽ നിന്ന് എടുത്തുയർത്തപ്പെടുകയെന്ന്. ഭൂമിയിൽ നിന്ന് എടുത്തുയർത്തപ്പെടുക. അപ്പോഴാണ് ഈ അട്രാക്ഷനൊക്കെ വരണത്. നമുക്കെപ്പോഴും, അതായത് 12:30 നടപടി പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12:32 വചനമാണ്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോഴേ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന്. അത് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ വൈഫ്, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടി ചെറിയ കശപിശ. എന്താ കാര്യം? ഈ ഹസ്ബൻഡിൻ്റെ മെസ്സേജിൽ മൊബൈലിൽ വേറെ എന്നോ ഒരു മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വൈഫ് സംസാരിക്കാതിരിക്കണത്. പിന്നീട് വൈഫിന് മാനസാന്തരം ഉണ്ടാകണം. എന്താണ് അവൾക്ക് ചെയ്യണത്? അത് കർത്താവിനെ സ്നേഹിക്കാനും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഈശോൻ്റെ നാമത്തിൽ ഞാൻ അവളെ, ആ മനുഷ്യനെ ക്ഷമിക്കാൻ കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഉയർത്തപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുരിശാണ് എപ്പോഴും ഉയർത്തപ്പെടാൻ എളുപ്പം നല്ലത്. എപ്പോഴും ഒരു കുരിശ് നിനക്ക് വരുമ്പോൾ അത് കർത്താവിൻ്റെ നാമത്തിലാണ് നീ എടുക്കണമെന്നുണ്ടെങ്കിൽ നീ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും. അതൊരു പ്രോസസ്സ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണത്. അങ്ങനെ വരുമ്പോൾ നിൻ്റെ ഭർത്താവ് മാത്രമല്ല,
മറ്റുള്ളവർ നിന്നിലേക്ക് ആകർഷിക്കും. എന്താണ്? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നിൻ്റെ അടുത്ത് വന്ന് പറയും, സിസിലി പ്രാർത്ഥിക്കണേ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അപ്പോഴെന്താണ്? എല്ലാ മനുഷ്യരെയും ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ നമ്മളിലേക്ക്, അതായത് കുരിശിനെ യേശുവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോഴാണ് നമ്മൾ, എന്നിട്ട് എടുത്ത് യേശുവിനെ പോലെ ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഭൂമിയിൽ നിന്ന്, നമ്മുടെ ലോകത്തു നിന്ന് ഉയർത്തപ്പെടുന്നത്. ഇങ്ങനെ ഉയർത്തിയെടുത്തിട്ട് എല്ലാ മനുഷ്യരും ആകർഷിക്കുമ്പോഴാണ് നീ മിഷണറി ആകണത്. എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കണ്ടേ? യേശു എന്നിലുള്ളത് കൊണ്ടാണ് എല്ലാ മനുഷ്യരും ആകർഷിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പുരുഷൻ്റെ സാഹചര്യം വരുമ്പോഴേ, ജീവിത സാഹചര്യത്തിലെ യേശുവിൻ്റെ നാമത്തിലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് യേശുവിനെ പോലെ ക്ഷമിച്ച് യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് ഒരു മിഷണറിയായി എല്ലാ മനുഷ്യരുടെയും ആത്മീയ കാര്യങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റിയ വ്യക്തിയായി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും സാക്ഷികളാകും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ പത്രോസിനുണ്ടായി. അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ വാക്കിനൊക്കെ ഭയങ്കര വിലയായത്. കർത്താവ് അവനോട് അധികാരം കൊടുത്തുവിട്ട് പറഞ്ഞു, പീറ്ററെ, നീ ചെറുപ്പമായിരുന്നപ്പോൾ അത് എന്ത് ഹൃദ്യമായിട്ടാണ് ഈശോ സംസാരിക്കണമെന്ന് അറിയാവോ? നീ ചെറുപ്പമായിരുന്നപ്പോഴേ, എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും ഒരു തട്ടാമുട്ടി കാലം അല്ലേ? ചെറുപ്പം, തനിഷ്ടം കാണിക്കുന്ന കാലം, തോന്നിവാസം കാണിക്കുന്ന കാലം ഉണ്ടാകും. അത് ഈശോ അത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു തട്ടാമുട്ടി കാലം ഉണ്ടാകും, തോന്നിവാസത്തിൻ്റെ തരികിടക്കാലം ഉണ്ടാകും. അപ്പോഴേ നീ ചെറുപ്പമാണത്. അപ്പോൾ നീ ചെറുപ്പമായിരുന്നപ്പോഴേ നീ സ്വയമാണ് അരമുറുക്കിയത്. എന്നിട്ട് നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പോയി. അതാണ് നമ്മളെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21:18 തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21:18 തിരുവചനങ്ങൾ. അതായത് നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കി നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി. പക്ഷേ നീ പ്രായമാകുമ്പോൾ മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കും. മറ്റൊരുവനെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ, മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കും. പിടിയിടില്ലേ? ഇപ്പം മറ്റ് ഒരുവനെ ദൈവം വെച്ചിരിക്കണേ എന്തിനാണ്? നമ്മുടെ അരമുറുക്കാനാണ്. അതാണ് പ്രശ്നം. മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും എന്നാ ചെയ്യും? നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. സ്ഥലമാണ്. അതാണ് അവസ്ഥ. അപ്പോൾ എന്നും കുന്നും നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് നീ വിചാരിച്ചാൽ നീ ലോകരാജ്യത്തിലാണ്. ഇതാണ് ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന വേറെ ഒരു വകുപ്പാണത്. എന്താണ്? നീ കൈ ഉയർത്തുക. നമ്മളെ പ്രതിരോധിക്കാൻ വരണതും എല്ലാം ചെയ്യണേ കൈ കൊണ്ടാണ്. കൈ ഉയർത്തും. ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ തോറ്റ് കഴിഞ്ഞാൽ എന്നാ ചെയ്യണത്? കൈ ഉയർത്തും. പട്ടാളക്കാരെ തോക്ക് താഴെ വെച്ചിട്ട് കൈ ഉയർത്തും. അപ്പോൾ ആശ്രയിക്കുന്ന ബൈബിൾ ഈശോ പറയാം, ഒരുത്തൻ്റെ വീട് കൊള്ള ചെയ്ത് അവൻ ആശ്രയം വെച്ചിരുന്ന ആയുധങ്ങളെല്ലാം അപഹരിച്ചാൽ പിന്നെ അവനാണ് അധികാരി. അപ്പം ആയുധം എന്തിനുള്ളതാണ്? ആശ്രയം വെക്കുന്നതിനുള്ളതാണ്. അപ്പം കൈ ഉയർത്തുക എന്ന് പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കണത്? ആശ്രയം വെച്ച ആയുധം നമ്മളെ കാൽച്ചുവട്ടി വെക്കണം. അപ്പം നമ്മൾ ആശ്രയം വെച്ച വ്യക്തികളുണ്ടാകാം, വസ്തുക്കളുണ്ടാകാം, സമ്പത്തുണ്ടാകാം, ബന്ധങ്ങളുണ്ടാകാം, പ്രസ്ഥാനമുണ്ടാകാം, പാർട്ടി ഉണ്ടാകാം, എന്തും നമുക്ക് ആശ്രയം വെക്കാം. ഈ ആശ്രയം വെച്ചത് നമ്മൾ തൽക്കാലം അങ്ങനെ
അതിനെ അവലംബിക്കാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് കൈ ഉയർത്തണത്. അപ്പോൾ എന്നാ ചുറ്റും മറ്റുള്ളവർ വന്ന് നമ്മുടെ അരമുറുക്കും. പിന്നെ എന്ത് പറ്റും? നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ്. ഇതിനെ മല്ലടിക്കൽ കുറഞ്ഞാൽ നീ ആധ്യാത്മികമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ മല്ലടിക്കൽ കുറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നിൽ ശക്തി മറ്റുള്ളവരെ അരമുറുക്കാൻ വരുമ്പോഴേ നമ്മൾ മല്ലടിക്കൽ എന്തുമാത്രം കുറയുന്നുവോ, ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നുവോ അതനുസരിച്ച് കൊണ്ട് നമ്മൾ കൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കൈ ഉയർത്തുന്നത് തന്നെയാണ് പലപ്പോഴും ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന ഒരു അവസ്ഥ. പുരുഷൻ്റെ സാഹചര്യങ്ങളിലും ക്ലേശങ്ങളുടെ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പക്ഷം ചേർന്നാൽ അത് കൈ ഉയർത്തുന്നതിന് സമാനമായിട്ട് വരും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ തിരുമനസ് നിറവേറ്റുവാൻ വേണ്ടി മറ്റൊരുവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുകയും എനിക്കിഷ്ടമില്ലാത്തതിലേക്ക് എന്നെ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിലെ അത് ഉൾക്കൊണ്ടുകൊണ്ട് കൃപയിൽ നിറയാനുള്ള അവസരമായി വിവേചിക്കാൻ ആവശ്യമായ ശക്തിയാൽ എന്നെ നിറക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ബലഹീനതയിൽ ബലനേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലനേകി ബലവാനായോ നടത്തിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ ബലഹീനതയിൽ ബലനേകി ബലവാനായോ നടത്തിടുന്നു ബലഹീനതയിൽ ബലനേകി ബലവാനായോ നടത്തിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന മറ്റൊരുവനില്ലേ, മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കും എന്ന് പറയുന്ന 21:18 യോഹന്നാൻ്റെ സുവിശേഷം. ഈ മറ്റൊരുവൻ ചിലപ്പോൾ ദൈവമാകും, ചിലപ്പോൾ പിശാചാകും, ചിലപ്പോൾ മനുഷ്യനാകും. ഈ 3 കക്ഷികൾക്ക് മറ്റൊരുവനാകാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ അരമുറുക്കാൻ. ഈ നിൻ്റെ സ്വയാശ്രയങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നീ ഓർക്കണം. ഇപ്പം സ്വയാശ്രയമെന്നും പറഞ്ഞൊരു സംഭവമൊക്കെ ഇല്ലേ നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ? ബ്ലേഡ് കാലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഹോം ബാങ്കിങ്, വീട് തന്നെ ബാങ്കിങ് സിസ്റ്റമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമ്പത്തിക സമാഹരണ സ്വയാശ്രയ നിധികളൊക്കെ ഇല്ലേ? ഈ സ്വയാശ്രയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പ്രത്യേക വിഷയമാണ്. നമ്മൾ നിൽക്കണത് എങ്ങനെയാണ്? നമ്മുടെ കാലിലല്ലേ നിൽക്കണേ, അല്ലേ? അല്ലേ? നമ്മുടെ കാലിൽ അവനവൻ്റെ കാലിൽ നിൽക്കണമെന്ന് പറയത്തില്ലേ? നമ്മുടെ കാലിന് വല്ല കുഴപ്പം വന്നാൽ എന്ത് ചെയ്യും? നമ്മളെവിടെയെങ്കിലും താങ്ങ് പിടിക്കും, അല്ലേ? ഒരു താങ്ങ് പിടിക്കും. ഇതുപോലെ താങ്ങ് പിടിക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ വരികയല്ലേ? വരുമല്ലോ, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഓർക്കണം, സ്വയാശ്രയം നഷ്ടപ്പെട്ടിരിക്കണം. ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ ആരോഗ്യപരമായിട്ട് നമുക്ക് ആശ്രയിക്കേണ്ട അവസ്ഥ വരും, അല്ലേ? ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്വയാശ്രയം നഷ്ടപ്പെട്ട ആദ്യത്തെ ആളാരാണ്? സ്വയാശ്രയം നഷ്ടപ്പെട്ട ആദ്യത്തെ ആളാരാണ്? കർത്താവിനോട് മല്ലിപ്പിടുത്തം നടത്തിയ യാക്കോബാണ് ശരിക്കും. അങ്ങനെയാണ് സ്വയാശ്രയത്തിൽ നിന്ന് ആദ്യം ഔട്ട് അയാൾ, അല്ലേ? കാര്യം ഇപ്പം നമ്മൾ ദൈവമായിട്ട് മൽപ്പിടുത്തം നടക്കുക. ഞാൻ എന്തിനെക്കുറിച്ച് സംസാരിക്കണം അറിയാം? ഇപ്പോൾ മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കും എന്ന് പറഞ്ഞില്ലേ? അര എന്ന് പറഞ്ഞ സംഭവം പണ്ട് മുതലേ വിഷയമാണ്. ഈ യാക്കോബിൻ്റെ അരക്കണ വെച്ച് അലക്കണത് അവസാന നിമിഷം. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 32:25 ഉൽപ്പത്തി പുസ്തകം 32, 25, 26, 29 അതെല്ലാം ഈ മൽപ്പിടുത്തത്തിൽ യാക്കോബിന് അരക്കെട്ട് നഷ്ടപ്പെടുന്ന സംഭവമാണ്. അരക്കെട്ട് അരക്കെട്ടിൽ നിന്ന് വിട്ടുപോകും. അവന് സ്വയാശ്രയം നഷ്ടപ്പെട്ടു പോകും. കാര്യം മറ്റൊരുവൻ അരമുറുക്കുന്നതിന് വേണ്ടി പഴയ നിയമത്തിലൊരു ഭാഗമാണത്. ഈ മറ്റൊരുവൻ ചിലപ്പോൾ ദൈവമായിട്ട് വന്ന് പ്രത്യക്ഷപ്പെടുകയാണ് യാക്കോബിൻ്റെ ജീവിതത്തിലെ. മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്ന് പറഞ്ഞില്ലേ? നീ കൈ ഉയർത്തുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21:12
അത് യാക്കോബിൻ്റെ ജീവിതത്തിൽ ആ മറ്റൊരുവൻ ആരാണ്? ദൈവമാണ്. ദൈവമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ അവൻ അര ഉളുക്കി. പക്ഷെ അര ഉളുക്കുമ്പോഴേ മനുഷ്യനില്ലേ, ഇയാളൊരു സൂപ്പർമാനാണ്. ഏതെങ്കിലും കാലത്ത് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത നടപടി പ്രാർത്ഥനയാണെന്ന് നമ്മളെ പഠിപ്പിക്കണ യാക്കോബാണ്. യാക്കോബ് എന്താ പറയണത്? എൻ്റെ സ്വയാശ്രയം നഷ്ടപ്പെട്ട് എൻ്റെ അര ഉളുക്കി, എൻ്റെ അരക്കെട്ടിരുന്ന് തുടവിട്ടു പോയി, ഞാനിപ്പോൾ വീഴും, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറയും. അതാണ് വിഷയം. യാക്കോബ് ഭയങ്കര രസകരമായ, അതായത് നമ്മൾ ഈ 32, 25, 26, 26 എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കാതെ പോവരുതേ, അതാണ് പറയുന്നത്. അത് ഭയങ്കര സംഭവമാണ്. അതായത് മറ്റൊരുവനാണ്. ഈ മറ്റൊരുവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടാൽ അപ്പം മനുഷ്യൻ്റെ മുമ്പിലുള്ള ഒരു പോംവഴിയാണ് പ്ലീസ് ബ്ലെസ് മീ, എന്നെ അനുഗ്രഹിക്കാൻ പോവരുതേ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് നമ്മുടെ സ്വയാശ്രയം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് പോകുമ്പോൾ ഓർക്കുക, ഇത് മറ്റൊരുവനാണെന്ന്. മറ്റൊരുവൻ വരണ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പിശാചം വരാം മറ്റൊരുവനായിട്ട്. ഇപ്പം മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ, ആ മറ്റൊരുവനായിട്ട് പിശാചിനും വരാം. ഈശോൻ്റെ ജീവിതത്തിൽ വന്നല്ല, ഈശോൻ്റെ ജീവിതത്തിൽ വന്നില്ലേ. ഇപ്പം നമ്മുടെ 4-ാം അധ്യായമില്ലേ, ലൂക്കാൻ്റെ 4-ാം അധ്യായം, വിശുദ്ധ ലൂക്കാൻ്റെ 4-ാം അധ്യായം 3, 5, 6, 7 എല്ലാം ഈ മറ്റൊരുവനെ 9 വരെ ഉണ്ടത്. മറ്റൊരുവൻ വന്നിട്ട് പറയും, അതായത് നമുക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക്, ഈശോയുടെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കല്ലേ ഈശോനെ കൂട്ടിക്കൊണ്ട് പോയത്. എവിടെ ഞാൻ കൊണ്ടുപോയി? 4:9 അവൻ ദേവാലയത്തിന് മുകളിൽ കൊണ്ടുപോയി. പിശാച് കൊണ്ടുപോയ സ്ഥലം കണ്ടില്ലേ? പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പള്ളിക്ക് പുറത്ത് നിൽക്കണില്ലേ, ഇല്ലേ? അത്താറ നിൽക്കേണ്ട ആളെ മാവിൻ്റെ വീട്ടിൽ സ്കൂളിൻ്റെ വാതിക്കലൊക്കെ നിർത്തണത് എന്താണ്? പിശാചം. അൽത്താറയിലല്ല വരേണ്ടത് വിശ്വാസി, അതിന് വരും മാവിൻ്റെ വീട്ടിൽ സ്കൂളിൻ്റെ വാതിക്കൽ നിൽക്കണ ആരാണ്? ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി കർത്താവിനെ. ദേവാലയത്തിന് അകത്തല്ലേ കൊണ്ടുപോകേണ്ടത്. പിശാച് ദേവാലയത്തിൻ്റെ മുകളിൽ, ദേവാലയത്തിന് പുറത്തേ കൊണ്ടുപോകത്തുള്ളൂ. അത് മറ്റൊരുവനാണ്. നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പിശാച് എന്താ പറയണത്? എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയും, എന്നെ ആരാധിച്ചാൽ നിനക്കിതൊക്കെ തരാമെന്ന് പറയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആരാധിക്കാൻ ആവശ്യപ്പെടുക, അത് മറ്റൊരുവനാണ്. മറ്റൊരുവൻ വന്നിട്ട് നമുക്കിഷ്ടമില്ലാത്തതിനെ ആരാധിക്കാൻ ആവശ്യപ്പെടും. ഒന്ന് ചിന്തിച്ച് നോക്കണം എൻ്റെ മക്കൾ. അതായത് ആരെയാണ് നമ്മൾ ആരാധിക്കാൻ ആവശ്യപ്പെടുന്നത്? കല്ലപ്പമാക്കാൻ പറഞ്ഞവനെ നമ്മൾ ആരാധിക്കണം. എങ്ങനെയുണ്ട് പരിപാടി? കല്ലപ്പമാക്കാൻ എന്ന് വെച്ചാൽ കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നവനെ ആരാധിക്കണം. ഈ ലോകം അങ്ങനെയാണ്. കല്ല് അപ്പമാക്കാൻ, അതായത് കൈ നനയാതെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നവനെ ആരാധിക്കണം. അവനെയല്ല ആരാധന കിട്ടണത്. ഈ ലോകത്ത് ആരാധന കിട്ടണ ആർക്കാ? ചെപ്പടി വിദ്യയിലൂടെയും തരികിട പരിപാടികളുടെ പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടി ഉള്ള എല്ലാ ഉടായ്പ പരിപാടികൾക്കും ആരാധനയുണ്ട് ഇവിടെ. കല്ലപ്പമാക്കാൻ കഴിയുന്നവനെ, അവന് അപ്പമാക്കാൻ നിർബന്ധിക്കുന്നവനെ ആരാധിക്കും. എവിടുന്ന് നിനക്ക് എടുത്തു ചാടാം, മേലും കീഴും നോക്കാതെ എടുത്തു ചാടാം. ചിലങ്ങനെ വിശ്വാസം നോക്കത്തില്ല, പരിശുദ്ധ കുർബാന നോക്കത്തില്ല, ദിവ്യകുർബാന നോക്കത്തില്ല. ഏത് ബന്ധവും ഇപ്പം രണ്ട് ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും. ആണും പെണ്ണുമേ രണ്ട് ജാതിയേ ഉള്ളൂ, വേറെ എന്നാ നോക്കാനാണെന്ന് പറഞ്ഞ് എടുത്ത് ചാടുന്ന ആൾക്കാരില്ലേ. അതിനാലേ അവിടെ കുഞ്ഞുങ്ങളെല്ലാം വിശ്വാസ തകർച്ച വരും. എടുത്ത് ചാടുന്നവർ, ചാടിക്കോ എന്ന് പറയുന്നവർ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. നീ എടുത്ത് ചാടിക്കോ. ഇതെല്ലാം മറ്റൊരുവനാണ്. ശരിക്കും പറഞ്ഞാൽ പിശാചാണെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. മറ്റൊരുവൻ വന്ന് നമ്മുടെ അരമുറുക്കുകയാണ്. നമ്മൾ എത്ര വിശുദ്ധിയോടെയും ദൈവ സ്നേഹത്തോടെയും ജീവിച്ച ആൾക്കാരാണ്. ഇപ്പോഴുണ്ട് ഒരു പ്രത്യേക ബന്ധത്തിൽ ചെന്ന് ചാടിയിട്ട് ആദ്യം നമ്മൾ നിഷേധിക്കുന്ന ദൈവത്തെയാണ്. കാര്യം ദൈവത്തെ നിഷേധിച്ചില്ലെങ്കിൽ
നമുക്ക് മനസ്സാക്ഷി കുത്തോടുകൂടിയേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സാക്ഷി കുത്തിലായിരിക്കാൻ വേണ്ടി ആദ്യം വിശ്വാസത്തെയാണ് നമ്മൾ നിഷേധിക്കണത്. കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ ചാടൂ, മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളുമെന്ന്. അപ്പോഴേ കർത്താവ് പറഞ്ഞ് ഒരു മാലാഖയും താങ്ങത്തില്ല. ബുദ്ധിയും ബോധവും ഇല്ലാതെ കയ്യിരിപ്പ് കാണിച്ച അനുഭവിച്ചേ പിരിയത്തുള്ളൂ. അത് കർത്താവിൻ്റെ നിലപാടതാണ്. ഇപ്പോൾ ചിലരൊക്കെ പ്രേമിച്ചു, അതിൻ്റെ പേരിൽ ദുരഭിമാന കൊല നടത്തി, പിന്നീട് ഒരു പ്രത്യേക ജീവിതമൊക്കെ ജീവിച്ചൊക്കെ മനുഷ്യരൊക്കെ പോകണില്ലേ ഇവിടെ. ഒരിക്കൽ ചാടിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരും ടി വിയും പത്രവും എല്ലാം ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കും. ആത്യന്തികമായിട്ട് വാട്ട് വി ഗെയിൻ? നത്തിങ് വി ഗെയിൻ. നമുക്കൊന്ന് ചാടിയെ താങ്ങാൻ ആരും ഉണ്ടാകത്തില്ല. കർത്താവ് പറഞ്ഞ് ചാടിയെ താങ്ങാൻ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിൻ്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത്. ഈ മറ്റൊരു വിശ്വാസമായിട്ട് വരുമ്പോഴേ അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണ്? ഇത് പരീക്ഷണമാണ് തിരിച്ചറിയണമെങ്കിലേ വിശ്വാസിക്ക് ദൈവത്തിന് കൃപ വേണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ പത്രോസിനെ ഇടകെട്ടിയ മറ്റൊരുവനായിട്ട് പിശാച് വന്നാല് തിരിച്ചറിയാൻ അവൻ എൻ്റെ മുന്നിൽ വെക്കുന്ന മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങളിലെ മയങ്ങി വീഴാതെ എൻ്റെ ഇഷ്ടമല്ലാതെ ദൈവ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ നിലനിൽക്കാൻ കർത്താവേ കൃപയാൽ നിറക്കണമേ. സ്തുതിക്കട്ടെ. സ്തുതി. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 21:18 ധ്യാനിക്കണം അല്ലേ? നീ മച്ചുറാകുമ്പോഴേ ദൈവത്തിന് എപ്പോഴും ഒരു നിർബന്ധമുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ കഞ്ഞിപ്പരുവത്തിൽ ജീവിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പക്വത പ്രാപിക്കണമെന്ന്. ഈ പക്വത വരുമ്പോഴാണ് മറ്റൊരുവന് നമ്മളെ ട്രെയിനറെ കൊണ്ടുവരുന്നത്. ട്രെയിനറെ കൊണ്ടുവരും. ഈ ട്രെയിനർ ചില സമയത്ത് ദൈവമാകാം. യാക്കോബിന് ദൈവമായിരുന്നു, പക്ഷേ യേശുവിന് പിശാചായിരുന്നു. അതാണ് വിഷയം. ഈ മറ്റൊരുവൻ്റെ പ്രശ്നം അതാണ്. യാക്കോബിന് അത് ദൈവമായിരുന്നു, മൽപ്പിടുത്തത്തിന് വന്നിട്ട് അവസാനം അനുഗ്രഹിച്ചു പോയി. യേശുവിനത് പിശാചായിരുന്നു. ഈ 3 പേരും ഇനി മനുഷ്യനും വരും. മറ്റൊരുവനായിട്ട് മനുഷ്യനും വരും. ഇപ്പം ഭാര്യ ഭർത്താവ് അല്ലേ, മക്കൾ മരുമക്കൾ അയൽവാസികളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്ന, നമ്മുടെ അരമുറുക്കുന്ന എല്ലാ മനുഷ്യരും വന്ന് അരമുറുക്കിയെന്ന് വരും. ഇപ്പോൾ നമുക്കൊരു വഴിയുണ്ട്. ആ വഴി കുറച്ച് കഴിയുമ്പോൾ വെള്ളം കയറി കിടക്കുകയാണെന്ന് വിചാരിച്ചോ. വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീട്ടിൽ കൂടിയേ ഇപ്പോൾ മഴക്കാലമല്ലേ, നമ്മൾ പോകുന്ന വഴി വെള്ളമാണ്. നമുക്കിനി അടുത്ത വീട്ടിൽ കൂടിയേ പോകാൻ പറ്റത്തുള്ളൂ. അവരോട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ വെള്ളം കിടക്കുന്ന കാരണം നമ്മൾ അവിടുത്തെ വീട്ടിൽ പോയപ്പോൾ നടന്നു പോയപ്പോൾ കുഴപ്പമില്ല. സൈക്കിളും കൊണ്ട് വന്നപ്പോൾ അത് വേണ്ട കേട്ടാ, നിങ്ങളുള്ള വഴി കൂടി പോയാൽ മതി, സ്ഥിരം നടന്നൊരു വഴിയൊന്നും ആക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? സൈക്കിളെടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് പട്ടാങ്ങിയായിട്ട് നടന്ന് ഇവിടെ വഴിക്കേ കൂടി പോകും. അപ്പോൾ നമ്മൾ കർത്താവേ മഴ വന്നിരിക്കണം മറ്റൊരുവനായിട്ട്. അവിടെ വന്നിരിക്കുന്ന മറ്റൊരുവനാരാണ്? മഴയും അയൽവാസിയുമാണ്. ഇപ്പോൾ നമുക്ക് എന്നാ പറ്റിക്കണത്? സൈക്കിൾ പുറത്ത് വെച്ചിട്ട് അതുപോലെ സാധനം ചുമന്നുകൊണ്ട് ഇവിടെ ബാക്കി കൂടി പോവുകയാണ്. അപ്പോൾ മറ്റൊരു വരികയും നിൻ്റെ അരമുറുക്കുകയും നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് കൊണ്ടുപോകും. അപ്പം മറ്റൊരുവനെ ആരും ആകാം, മനുഷ്യനുമാകാം, മഴയുമാകാം. ഇങ്ങനെയുള്ള സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നമ്മുടെ ഇഷ്ടം നിറവേറ്റാൻ വരുമ്പോൾ പെയ്തും പെരക്കും തന്തക്ക് വിളിച്ചും ദൈവത്തിന് കൃപ നഷ്ടപ്പെടുത്തി കൊടുത്താതെ ആ ഒരു അവസ്ഥയിൽ എങ്ങനെ കുരിശിനെ കൃപയാക്കാം, എങ്ങനെ അത് ദൈവഹിതമാണെങ്കിൽ അത് നടക്കട്ടെ, നമ്മൾ നടന്നു പോകും. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളൊരു നഗരത്തെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പോവുക, അല്ലാതെ പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടും ഗുണ്ടായിസം കാണിച്ചും കൊട്ടേഷൻ കൊടുത്തും അവരോട് ഇടി വെക്കാനല്ല പറഞ്ഞത്. ഇടിയൊക്കെ വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വേറെ വഴിക്ക് പോവുക. വളരെ മനോഹരമാണ്. കാര്യം മറ്റൊരുവൻ വില്ലനായിട്ട് വരുമ്പോൾ നമ്മൾ വില്ലനുമായിട്ട് ഇടിവെക്കാനല്ല ഈശോ പറയണത്. നീ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ പൈതലാണെന്ന ബോധ്യത്തിലൂടെ ഇതാണ് ദൈവഹിതം, എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം ചെയ്ത സമ്മർദ്ദമാണെന്ന് വെച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, അയൽവാസിക്ക് നന്ദി പറഞ്ഞ്, മഴയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവപൈതലായിട്ട് മറ്റൊരുവൻ്റെ മേൽ നമ്മൾ ദൈവരാജ്യ ആധിപത്യം സ്ഥാപിക്കും, നമ്മൾ അധികാരം പ്രാപിക്കും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ആരാധന ആരാധന
ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൃപയുടെ നിറവിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം. ദയവായിട്ട് മക്കളില്ലാത്തവർ അടിവയറ്റിൽ കൈവെക്കുക. അമ്മ മാതാവിൻ്റെ അൾത്താരേക്ക് വീണ്ടും ശുശ്രൂഷ വന്നത് എന്ത് അനുഗ്രഹമായെന്നറിയാവോ? അമ്മ പ്രത്യേക പ്രത്യക്ഷത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ ആശ്വസിപ്പിക്കുന്ന ശക്തിപ്പെടുന്ന സമയമാണ്. 10-22 വർഷങ്ങളുടെ മക്കളില്ലാത്തവർ ഒറ്റ പ്രാർത്ഥന ഉടമ്പടി കൊണ്ട് 3 മക്കളെ പ്രസവിച്ച അൾത്താരയാണിത്. അവിടെ നിന്നാണ് ഈ ശുശ്രൂഷ വരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മക്കളില്ലാത്തവർ സന്തോഷത്തോടെ അടിവറ്റി കൈവെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോയി നിങ്ങൾ മക്കൾക്ക് വേണ്ടി. ഇനി നിങ്ങളുടെ പണി ഇപ്പം നിങ്ങളുടെ ചേടത്തിക്കാൻ മക്കളില്ലാത്തെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ മരുമക്കൾക്ക് മക്കളില്ല. ഇപ്പം നിങ്ങളാണ് ആരാധന കൂടുന്നത്. എൻ്റെ മക്കൾ അവരുടെ പേരിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ വയറ്റി കൈവച്ചാൽ മതി. ഇത് വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കണം. നീതിമാൻ 10:36 ഹെബ്രായ ലേഖനം വിശ്വാസം മൂലം ജീവിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടിവറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമേ. കർത്താവേ, ഒരു കുഞ്ഞിനെ ലഭിക്കാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന മേൽ അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവത്തിന്റെ ശക്തി കൊടുക്കട്ടെ. ഈശോയുടെ നാമത്തില് കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹ പെരുമതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ അനുഗ്രഹ പെരുമതിയേ അനുവീരനിൻ പദം ഗതിയേ അടിയേനുനിൻ കൃപമതിയേ അനുവീരനിൻ പദം ഗതിയേ അടിയേനുനിൻ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഭവനരഹിതർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീടില്ലാത്തൊരു വഴിയില്ലാത്തൊരു പാട്ടത്തിന് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരെ, അഭയാർത്ഥികളായിട്ട് കഴിയുന്നവരെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചിരുന്നു. ഇപ്പോഴേ നമുക്കറിയാം ഒരു വലിയൊരു ആവശ്യമാണ്. നമുക്ക് മഴയും മഴക്കാറ്റൊക്കെ വരുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ താമസിക്കേണ്ടി എന്തുമാത്രം ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? 3 ചേട്ടാനുജന്മാരൊക്കെ കല്യാണം കഴിച്ച് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് 5-10 വങ്ങങ്ങളൊക്കെ ചെറിയ വീട്ടിലൊക്കെ താമസിക്കുന്നത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അമ്മ മാതാവ് വിചാരിച്ച ഈ വിഷയത്തിനെല്ലാം സമാധാനം ഉണ്ടാക്കുമെന്ന് നമ്മൾ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ നമുക്കുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, പകുടമ്പടി നടക്കാത്തവരെ കർത്താവേ, ഈ ആരാധനയിൽ ഭവനരഹിതരെ കർത്താവേ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഭവനില്ലാത്ത വിഷയത്തിൽ ഉടമ്പടി ചെയ്തവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ നമ്മുടെ മധ്യസ്ഥതയിലെ അവർക്ക് ഭവനം ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.